നമ്മളിതാ ഇന്ന് അമരാവതി എത്തിയിട്ടുണ്ട്. ഓറഞ്ച് കയറ്റാൻ വന്നതാണ് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് നിസാമാബാദിൽ ഇറക്കിയിട്ടാണ് വരുന്നത്. പൈനാപ്പിൾ ഇറക്കിയിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കാലിയിൽ പോകുന്നു. ട്രേയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഇവർ ട്രേയും കാര്യങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയുണ്ട്. ട്രേയും കാര്യങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചോറ് തീമിട്ട് ചോറ് വെച്ചിട്ട് വേണം കറി വയ്ക്കാൻ. ആകെ ഒരു അടുപ്പല്ലേ ഉള്ളൂ. രാവിലെയാണ് ഒന്നും കഴിച്ചിട്ടില്ല. നല്ല വിശപ്പ്. ഇതായിട്ട് വേണം എന്തെങ്കിലും കഴിക്കാൻ എഴുതിയിരിക്കുക. അപ്പോഴേക്കിതാ അവരെ ട്രാക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ്. ട്രാക്ടറിലാണ് ഇത് വന്നത്. കാരണം നമ്മളെ വണ്ടി പോകാത്ത സൈറ്റ് ആയതുകൊണ്ട് ട്രാക്ടറാണ് മലയിൽ നിന്ന് ഇത് കൊണ്ടുവന്ന് വരുന്നത്. കാട്ടിൽ നിന്ന് ഫോറസ്റ്റിലാണ് തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവർ മഞ്ഞ ഷീറ്റൊക്കെ വിരിച്ച് അതിലിതാ തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓറഞ്ച് തട്ടി കഴിഞ്ഞാൽ റാഷിദ് കണ്ടതിൽ വേഗം ഓറഞ്ച് എടുത്ത് തീറ്റ തുടങ്ങിയിട്ടാണ്. എനിക്ക് തന്നൊരു പൊളി. പിന്നെ അവിടെയുള്ള പണിക്കാരൊന്നും മോശമല്ല കേട്ടോ, എല്ലാവരും നല്ല തീറ്റയാണ്. ആദ്യം തീറ്റ പിന്നെ പണിയെടുക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും അവരിത് തീറ്റയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവരിത് ഓറഞ്ച് ട്രയൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വണ്ടിക്കുള്ള ട്രയലിൽ അവർ തിരഞ്ഞ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചെളുമ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നല്ല വൃത്തിയിൽ അടുക്കി പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല നീറ്റായിട്ടാണ് കേട്ടോ കയറ്റുന്നത്. നീറ്റ് എന്ന് പറഞ്ഞാൽ അവർ തൂക്കം കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി നന്നായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ട്രേ നിറയ്ക്കുക, വണ്ടിയിൽ കയറ്റുക, അത്രേ ഉള്ളൂ. വണ്ടി കാലി തൂക്കി വന്നതാണ് നമ്മൾ. ഇതാ ട്രേ ഇതുപോലെ രണ്ടാമത്തെ ട്രേ കയറി കഴിഞ്ഞു. വണ്ടിയിൽ ട്രേ ഇങ്ങനെ അടുക്കി ബായി ഒരാൾ വെച്ച് കൊടുക്കുന്നു, ഒരാളങ്ങനെ കയറ്റുന്നു സുഖമായിട്ട്. ഇതിനിടയ്ക്ക് റാശി പറഞ്ഞ് നമുക്കൊന്ന് കുളിച്ചിട്ട് വന്നാലെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തൊരു അരുവി കുളമല്ല ഒരു അരുവി, ഒഴുക്കുള്ള അരുവിയാണെന്ന് കരുതി പോയി നോക്കിയതാട്ടോ. പോയി നോക്കിയപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ ഭയങ്കര സ്മെല്ല്. അവിടെ ഒരു വേസ്റ്റൊക്കെ ഇടണമെന്ന് തോന്നുന്നുണ്ട്. കംപ്ലീറ്റ് ഒരു സ്മെല്ല്. അത് കണ്ടപ്പോൾ റാശി പറഞ്ഞു നമുക്കൊന്ന് കുളിക്കാൻ ഇട്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ 2 ദിവസമായിട്ടപ്പോൾ കുളിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന പോലെ പറഞ്ഞ് ഇവിടുത്തെ ഓറഞ്ച് കഴിഞ്ഞ് നമുക്ക് ബാക്കി അവരെ ഗോഡൗണിൽ നിന്ന് എടുക്കാമെന്ന് പറഞ്ഞു. ഗോഡൗണിൽ പോയി നോക്കിയപ്പോൾ ഓറഞ്ചൊന്നും കാണാനില്ല. കുറഞ്ഞ ഓറഞ്ച് ട്രയലുണ്ട്. ഇതുകൊണ്ട് ഇപ്പോൾ വണ്ടി ഫുള്ളാവുമെന്ന് കരുതി ഇങ്ങനെ നോക്കി നിന്നപ്പോൾ ആ വൈക്കോലിൻ്റെ അടിയിൽ ഫുൾ ഓറഞ്ചാണ് പറഞ്ഞു പോയി. അപ്പോൾ പോയി നോക്കിയപ്പോൾ വൈക്കോലിൻ്റെ അടിയിൽ സ്റ്റോക്ക് വെച്ചേക്കാണ്. കേടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചതെന്ന് പറഞ്ഞു. പിന്നെ ഒരു പെടപെടാന്ന് ലോഡാക്കി നമുക്ക് നേരെ കോഴിക്കോട്ടേക്കാണ് ലോഡ് കിട്ടിയത്. നമ്മൾക്കിനി എക്സ്പ്രസ് ലോഡാണ്. തോനെ ടൈമും കാര്യങ്ങളൊന്നുമില്ല. ബാക്കി പോണ വഴിക്ക് പറയാം.